السلام عليكم ورحمة الله وبركاته. إن الحمد لله حمدا طيبا كثيرا. الحمد لله الواحد القهار العزيز الغفار مكور الليل على النهار ما شاء الله كان. نحمده ونستعينه ونؤمن به ونتوكل عليه ونستهديه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قال الله تعالى في قرآنه الكريم: أعوذ بالله السميع العليم من الشيطان الرجيم. وهو الذي أرسل الرياح بشرا بين يدي رحمته وأنزلنا من السماء ماء طهورا لنحيي به بلدة ميتا ونسقيه مما خلقنا أنعاما وأناسيا كثيرا ولقد صرفنا بينهم ليذكروا فأبى أكثر الناس إلا كفورا ولو شئنا لبعثنا في كل قرية نذيرا. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ പ്രിയ തോഴന്മാരായി അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ ശിരസ്സ വഹിച്ചുകൊണ്ട് രഹസ്യ പരസ്യ ജീവിതത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. ലോകം ശക്തമായ ചൂടിൽ എരിപൊരി കൊള്ളുകയാണ്. ജലാശയങ്ങളും കിണറുകളും നദികളും ഒക്കെ വറ്റി വരണ്ട് മനുഷ്യരും മൃഗങ്ങളുമൊക്കെ ഒരുപാട് വിഷമിക്കുന്ന സന്ദർഭത്തിലാണ്. അള്ളാഹു എല്ലാ പ്രയാസങ്ങളും നീക്കിത്തന്നുകൊണ്ട് മഴ വർഷിപ്പിച്ചുകൊണ്ട് അള്ളാഹു മനുഷ്യരെയും ജീവജാലങ്ങളെയും പ്രയാസത്തിൽ നിന്നും കെടുതിയിൽ നിന്നും രക്ഷപ്പെടുത്തുമാറാകട്ടെ. നിരവധി രോഗങ്ങൾ ഈ കാലത്ത് മനുഷ്യന്മാർക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മയെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല മനുഷ്യന് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. വഇൻ തഅദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹ. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണിയാൽ നിങ്ങൾക്ക് തിട്ടപ്പെടുത്താൻ കഴിയില്ല. അത്രമാത്രം. നമ്മുടെ ശരീരത്തിൽ മാത്രമല്ല, എല്ലാ രംഗത്തും അള്ളാഹു അനവധി നിരവധി അനുഗ്രഹങ്ങൾ. ഈ അനുഗ്രഹങ്ങൾ ഇല്ലാതാകുമ്പോൾ മാത്രമാണ് നമ്മൾ അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കാറുള്ളത്. ഇപ്പം അതിശക്തമായ ചൂടുണ്ടാവുകയും മഴ ഇല്ലാതാവുകയും ചെയ്തപ്പോഴാണ് നമ്മൾ മഴ എന്ന അനുഗ്രഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. അതുവരെ നമ്മൾ ചിന്തിക്കൂല. നമ്മൾ സുഖമായി ശ്വസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ശ്വാസത്തിന്റെ വില നമ്മൾ അറിയില്ല. ശ്വസിക്കാൻ കഴിയാതെ വരുമ്പോഴാണ് നമ്മൾ ശ്വാസത്തിന്റെ, അള്ളാഹു നൽകിയ ഓക്സിജന്റെ വില മനസ്സിലാക്കുക. അതുപോലെ നമുക്ക് കൈകാലുകൾക്ക് യാതൊരു പ്രയാസവും ഇല്ലാത്തപ്പോൾ കൈകാലിന്റെ വില നാം കാണില്ല, ശ്രദ്ധിക്കാറുമില്ല. അത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് ജീവിച്ചങ്ങനെ മരിക്കുകയും. അള്ളാഹു നമുക്ക് നൽകിയ സംസാരശേഷിയും കേൾവിശക്തിയും കാഴ്ചശക്തിയും ഒന്നും നമ്മൾ അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കാറില്ല. എന്നാൽ അള്ളാഹു മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് മഴ, വെള്ളം. നിർജ്ജലീകരണത്തിന്റെ കാലഘട്ടമാണിപ്പോൾ. മനുഷ്യന്മാർ വെള്ളം പലപ്പോഴും കുടിക്കാറില്ല. എന്നാൽ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം ഈ നിർജ്ജലീകരണത്തിനെതിരിൽ ഇന്ന് തുടങ്ങിയതല്ല. 14 നൂറ്റാണ്ട് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു മാതൃക കേട്ടു നോക്കൂ. റസൂലുള്ള പറയാണ്, കാനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹീന മസ്തൈഖറ മിൻ നൗമിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കിൽ നിന്ന് ഉണർന്നാൽ, വഫറഗ മിൻ സലാത്തി, 5 നേരത്തെ നമസ്കാരത്തിന് വിരമിച്ചാൽ, ആദ്യം ദക്കറല്ലാ, അള്ളാഹിനെ ഓർക്കും. അള്ളാഹ്ക്ക് ദിക്ർ പറയും. ഉണർന്ന ഉടനെ ദിക്ർ. നമസ്കാരം കഴിഞ്ഞാലോ യതനാവലു കൂബൻ മിനൽ മാ, ഒരു കോപ്പ വെള്ളം 5 നേരവും നബി കുടിക്കും. അല്ലെ നബിയുടെ മാതൃക. സാധാരണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർജ്ജലീകരണത്തെ കണ്ടുകൊണ്ടല്ല, പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു കൊടുത്ത വഹി പ്രകാരമാണ് ഈ വെള്ളം കഴിക്കുന്നത്. 5 നേരം ഒരു കോപ്പ വെള്ളം. അപ്പം ശരിക്കും പറഞ്ഞാൽ മനുഷ്യന്റെ ഏറ്റവും ശുദ്ധമായ ജലം ഭൂമിയിൽ അള്ളാഹു നൽകിയത് കേവലം 3%. 97% വെള്ളവും ഉപ്പുജലമാണ്. ഈ 3% വെള്ളം കൊണ്ടാണ് മനുഷ്യൻ ലോകത്ത് സുഖമായി സുന്ദരമായി ജീവിക്കുന്നത്. അള്ളാഹു പറയാണ്, വഹുവല്ലദീ അർസല റിയാഹ്, അള്ളാഹുവാണ് നിങ്ങൾക്ക് കാറ്റുകൾ അയച്ചത്. ബുശ്റൻ ബൈന യദൈ റഹ്മതി, അള്ളാഹുവിന്റെ മഴയാകുന്ന റഹ്മത്ത് വരുന്നതിന്റെ മുമ്പ് അടിച്ചു വീശുന്ന തണുപ്പുള്ള കാറ്റ്, അതതിന്റെ സന്തോഷ വാർത്തയായി അള്ളാഹു അയക്കുകയാണ്. വഅൻസൽനാ മിനസ്സമായി മാഅൻ തഹൂറ, അതിനുശേഷം അള്ളാഹു ശുദ്ധമായ ജലം അള്ളാഹു നമുക്ക് ഇറക്കി തരികയാണ്. ശുദ്ധമായ മാഅൻ തഹൂറ ലിനുഹിയ ബിഹി ബൽദത്തൻ മൈത, ജീവശവമായി കിടക്കുന്ന ഭൂമിയെല്ലാം ജീവസുറ്റതാക്കാനാണ് മഴ വർഷിക്കുന്നത്. വനുസ്കിയഹു മിമ്മാ ഖലഖനാ അൻആമൻ വഅനാസിയ കസീറ, ധാരാളം സൃഷ്ടികൾക്കും മനുഷ്യർക്കും ജീവജാലങ്ങൾക്കുമൊക്കെ കുടിക്കുവാനും നൽകുവാനാണ് അള്ളാഹ് മഴ വർഷിപ്പിക്കുന്നത്. അപ്പൊ ആ മഴയുടെ അനുഗ്രഹത്തെക്കുറിച്ച് അള്ളാഹ് പറയാണ്. എന്നിട്ട് അള്ളാഹ് പറഞ്ഞെന്താ അറിയോ? അതിന് തുടർന്നുകൊണ്ട് പറയാണ്, വലഖദ് സറഫ്നാ ബൈനഹും, നാം മനുഷ്യന്മാർക്കിടയിൽ ജീവജാലങ്ങൾക്കിടയിൽ സുഖസുന്ദരമായി അള്ളാഹു മഴ വീതിച്ചു കൊടുത്തിട്ടുണ്ട്, വിതരണം ചെയ്തിട്ടുണ്ട്. സറഫ്നാ ബൈനഹും, അവർക്കിടയിൽ മഴവെള്ളം ശുദ്ധജലം അള്ളാഹു വീതിച്ചു കൊടുത്തിട്ടുണ്ട്. ലിയദ്ദക്കറു, മനുഷ്യൻ ചിന്തിക്കാൻ വേണ്ടി. ആ വെള്ളമാണല്ലോ മനുഷ്യന്റെ ഏറ്റവും വലിയ ഭാഗം. ഒരു മനുഷ്യ ശരീരത്തിൽ 65% വെള്ളം, മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതേപ്പറ്റി ചിന്തിക്കണം. എന്നാൽ ഫഅബ അക്സറുന്നാസി ഇല്ലാ കുഫൂറ, ഭൂരിപക്ഷം ആളുകളും ശിർക്കിലും കുഫറിലുമാണ്. ഈ അള്ളാഹു നൽകിയ വെള്ളം കഴിച്ച് സുഖമായി ഭക്ഷണം കഴിച്ച് സുഖമായി ഉറങ്ങി സുഖമായി ജീവിച്ച് എന്നിട്ടും അള്ളാഹിന്റെ നേരെ ഷിർക്കിന്റെ അംശങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അതാണ് അള്ളാഹ് പറയുന്നത്, ഭൂരിപക്ഷം ആളുകളും അള്ളാഹിന്റെ അനുഗ്രഹങ്ങളെ നിഷേധിക്കുകയും അതോടൊപ്പം ഷിർക്ക് ചെയ്യുകയും. എന്താ പറയാം, ഒലോ ഷീന, നാം ഉദ്ദേശിക്കുകയാണെങ്കിൽ ലബഅസ്നാ ഫീ ഉമ്മത്തിൻ ഖറിയ, എല്ലാ ഗ്രാമത്തിലേക്കും അള്ളാഹു അയച്ചു കൊടുക്കും നദീറൻ, മുന്നറിയിപ്പിനെ. ഈ മുന്നറിയിപ്പ് കൊണ്ട് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഉദ്ദേശിക്കുന്ന മുഫസ്സിറുകൾ പറഞ്ഞത് ജലക്ഷാമമാണ്, വരൾച്ചയാണ്. അതാ മുന്നറിയിപ്പ്. എല്ലാ രാജ്യത്തേക്കും വരൾച്ച കൊടുക്കും. എപ്പോ? മനുഷ്യന്മാർ ഷിർക്കിലേക്ക് പോകുമ്പോൾ. അപ്പം മഹാഭൂരിപക്ഷം ആളുകളും ഷിർക്കിലാണ്. മഴ വർഷിപ്പിക്കുന്ന ആരാണ്? ലോകത്തുള്ള എല്ലാവർക്കും അറിയാം മനുഷ്യർ അള്ളാഹുവാണെന്ന്. എല്ലാ മനുഷ്യരും തലകുലുക്കി പറയുന്ന കാര്യം. പക്ഷേ ഒരു വിഭാഗം ആളുകൾ പറയുന്നു ബദരീങ്ങളാണ്, വേറൊരു വിഭാഗം പറഞ്ഞു മൊയ്തീൻ ഷേഖാണ്, വേറൊരാൾ പറയുന്നു വേങ്ങര കോയപ്പാപ്പൻ. അത്ഭുതല്ലേ? മനുഷ്യന്റെ നന്ദി കൂടി ഉണ്ടെങ്കിൽ അതാ അല്ലാഹ് പറഞ്ഞത്, അബ്ബാ അക്സറുന്നാസ്, ഭൂരിപക്ഷം ആളുകളും ഇല്ല കുഫൂറൻ, ഷിർക്ക് ചെയ്യുന്ന കുഫർ ചെയ്യുന്ന നന്ദി കെട്ടവരാണ് ഭൂരിപക്ഷം. ഒരിക്കൽ വേങ്ങര കോയപ്പാപ്പന്റെ അടുത്ത് മഴയില്ലാതെ മനുഷ്യന്മാർ വിഷമിച്ചപ്പോൾ കുറെ ആളുകൾ ചെന്നു എന്നാണ് അവരെന്നെ എഴുതി പിടിപ്പിച്ചത്. അങ്ങനെ ചെന്നപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, മഴ കിട്ടാതെ മനുഷ്യരും ജീവജാലങ്ങളും കഷ്ടപ്പെടുകയാണ്, ഞങ്ങളുടെ കൃഷിയെല്ലാം നശിച്ചു, അതുകൊണ്ട് പരിഹാരം വേണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഉടുത്ത തുണി കൊണ്ട് പൊത്തിച്ചിട്ടാണ്ട് ഓരോ മുമ്പ് നണ്ട് മൂത്രമൊഴിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ പൊയ്ക്കോളി മഴ ചെയ്തോളൂ. ഈ കറാമത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാ. പിന്നെ എങ്ങനെ അള്ളാഹു വരണ്ട കാലാവസ്ഥ നൽകാണ്ടിരിക്കുക? അതല്ല പറഞ്ഞത്. നാം ഉദ്ദേശിക്കുകയാണെങ്കിൽ ഓരോ ഷീനാല ബാസന ഫീക്കുൽ ഉമ്മത്തിൻ കറിയ, എല്ലാ ഗ്രാമത്തിലെയും മനുഷ്യന്മാർക്ക് നദീറ, വരൾച്ചയാകുന്ന താക്കീത് നാം നൽകും. ഇപ്പൊ നൽകിക്കൊണ്ടിരിക്കുന്ന മഹാഭൂരിപക്ഷം, ഭൂമിയിൽ ജീവിക്കുന്ന മഹാഭൂരിപക്ഷം ആളുകളും ശിർക്ക് ചെയ്യുന്നു അല്ലേ? മുസ്ലിങ്ങളിൽ തന്നെ മഹാഭൂരിപക്ഷം ശിർക്ക് ചെയ്യുന്നവരാണ്. ബാക്കിയുള്ള കഥ പറയണ്ട. അപ്പം ഒരു തുള്ളി വെള്ളം തരാൻ കഴിയും ആർക്കെങ്കിലും?
ഈ പറഞ്ഞ അമ്പിയാക്കന്മാർക്കോ ഔലിയാക്കന്മാർക്കോ തങ്ങന്മാർക്കോ മരിച്ചുപോയ ജാറങ്ങളിലോ മഖബറിലും കിടക്കുന്ന ആളുകൾക്കോ ഒരു തുള്ളി വെള്ളം തരാൻ നമുക്ക് നൽകാൻ കഴിയില്ല. റബ്ബിന് മാത്രമേ കഴിയൂ. അതുകൊണ്ട് റഹ്മാനായ നാഥൻ വളരെ കുറഞ്ഞ ആളുകളാണെങ്കിലും പടച്ചവനെ തൗഹീദുള്ള നിന്റെ ദാസന്മാർ ഞങ്ങൾ ചോദിക്കുകയാണ് പടച്ചവനെ, മനുഷ്യന്മാരുടെ വേദനയും സങ്കടവും പ്രയാസവും അകറ്റിക്കൊണ്ട് അവർക്ക് ശക്തമായ രൂപത്തിൽ തന്നെ ആവശ്യമായ നിലക്കുള്ള മഴ നീ വർഷിപ്പിക്കണമേ റബ്ബേ. ഞങ്ങൾ കഷ്ടപ്പെടുകയാണ്. ഒരുപാട് ആളുകൾ കുഴഞ്ഞു വീണ് മരിച്ചിട്ടുണ്ട്. ചെറുപ്പക്കാരായ ആളുകൾ പോലും. അത്ര മാരകമായ ചൂട്, വേനലിന്റെ കഷ്ടം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പടച്ചവനെ. അതുകൊണ്ട് നാഥ, ഞങ്ങളുടെ പ്രാർത്ഥന നീ കബൂൽ ചെയ്തുകൊണ്ട് ഞങ്ങൾ നീ സഹായിക്കണമേ റബ്ബേ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നിങ്ങൾ കാണുന്ന മരിച്ചുപോയവരോ മൺമറഞ്ഞു പോയവരോ അല്ലെങ്കിൽ ജാറങ്ങളിൽ കിടക്കുന്നവരോ തങ്ങന്മാരോ ബീവികളോ അല്ലെങ്കിൽ മടവൂരൗലിയോ ലോകത്തൊരു കുട്ടിക്കൊരു തുള്ളി വെള്ളം തരാൻ കഴിയില്ല. അല്ല ചോദിക്കുകയാണ്, അഫറഅയ്തുമുല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അല്ല ചോദിക്കുക, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്ൻ, മേഘത്തിൽ നിന്ന് ആ വെള്ളം ഇറക്കി നമ്മളാണോ അം നഹ്നുൽ മുൻസിലൂൻ, നിങ്ങളാണോ അം നഹ്നുൽ മുൻസിലൂൻ, നമ്മളാണോ ഇറക്കിയത്? കേട്ടോ, നമുക്കൊരു തുള്ളി വെള്ളം ഇറക്കാൻ കഴിയില്ല. ചെയ്യോ? ക്ലൗഡാസീഡിൽ നടത്തിയിട്ട് മഴ പെയ്യിക്കാൻ നോക്കി, ക്ലൗഡാസീഡിൽ നടത്തി മഴ കുത്തി പെയ്യാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ മഴ ഓഫാക്കാൻ കഴിയാണ്ട് തലേ കഴിച്ച് തൊഴിൽക്കുകയും. കാരണം അള്ളാഹുവാണ് മഴ സുന്ദരമായി മനുഷ്യൻക്ക് ആവശ്യമായ രൂപത്തിൽ ഇറക്കി തരുന്നത്. എന്തല്ല ചോദിച്ചതാ, ലൗ നശാഉല്ല ജഅൽനാഹു ഉജാജൻ, അള്ളാഹു പറയണം, നാം ഉദ്ദേശിക്കുകയാണെങ്കിൽ വളരെ കയ്പുള്ള നീരസമുള്ള ചവർപ്പുള്ള വെള്ളത്തെ നാം ആക്കിത്തരും. ഫലൗല തഷ്കുറൂൻ, നിങ്ങൾ അള്ളാഹുവിന് നന്ദി കാണിക്കാത്തത് എന്തുകൊണ്ട്? അല്ല ചോദിക്കുക, എന്തുകൊണ്ടാണ് നിങ്ങൾ അള്ളാഹ്ക്ക് നന്ദി കാണിക്കാത്തത്? അപ്പം വരൾച്ചയുടെ ഒരു കാരണം ശിർക്കാണ്. കേട്ടോ, മനുഷ്യന്മാർ മുഴുവൻ ശിർക്കിലേക്ക് പോകും. നമ്മളറിയില്ല. നമ്മൾ വിചാരിക്കുന്ന ഹൈഡ്രജനും ഓക്സിജനും ചേർന്നാൽ വെള്ളം ഉണ്ടാവും. അത് ചേർത്തണ്ടാരാ? അള്ളാഹുവാണ്, ശാസ്ത്രജ്ഞന്മാരല്ല. പക്ഷേ അത് ചേർത്താത്ത രീതി കാരണം എന്താ പറഞ്ഞത്? ശിർക്ക് വ്യാപകമാകുമ്പോൾ. അപ്പോൾ ശിർക്ക് വ്യാപകമാകുമ്പോൾ അള്ളാഹു വരൾച്ച വർദ്ധിപ്പിക്കും. അതുകൊണ്ട് മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹം ഈ തൗഹീദ്, ഏകനായ റബ്ബാണ് വെള്ളം നൽകുന്നത്, ഭക്ഷണം നൽകുന്നത്, ഓക്സിജൻ നൽകുന്നത്, സൗകര്യം നൽകുന്നത്, ഭൂമിയിലെല്ലാം നിയന്ത്രിക്കുന്നവൻ അള്ളാഹു ആണെന്ന് പഠിപ്പിക്കാൻ 950 കൊല്ലം അധ്വാനിച്ചൊരു പ്രവാചകനാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. അള്ളാഹു സൂറത്തുൽ അങ്കബൂത്തിൽ പറയാൻ, വലഖദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി, നൂഹ് നബിയെ നാം അദ്ദേഹത്തിന്റെ സമൂഹത്തിലേക്ക് അയച്ചു ഈ കാര്യം പഠിപ്പിക്കാൻ, തൗഹീദ് പഠിപ്പിക്കാൻ. ഫലബിസ ഫീഹിം അൽഫസന, 1000 വർഷം അദ്ദേഹം അവരുടെ കൂടെ കഴിച്ചു കൂട്ടി. ഇല്ല 50 ആമ, 50 വർഷം ഒഴികെ. അപ്പൊ 950. 1050 വർഷം ഒഴികെയുള്ള കാലാവധി ഈ ഒരൊറ്റ കാര്യം, അള്ളാഹുവാണ് സർവസ്വ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് നൽകുന്നത്, നിങ്ങൾക്ക് മക്കളെ നൽകുന്നത്, നിങ്ങൾക്ക് കൃഷി നൽകുന്നത്, നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നത്, നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് ഒക്കെ അള്ളാഹ് തരുന്നതാണെന്ന് പഠിപ്പിക്കാൻ 950 കൊല്ലം അധ്വാനിച്ചു. കേട്ടോ, എന്നിട്ടോ സ്വീകരിച്ചോ? ഇല്ല. നൂഹ് നബി അലൈഹി ഇസ്ലാം പറയാം, ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വനഹാറ, അല്ലാഹുവേ ഈ കാര്യം പറഞ്ഞുകൊണ്ട് അവരെ ഞാൻ രാപ്പകലില്ലാണ്ട്, നമ്മളൊക്കെ സാധാരണ പ്രബോധനം ചെയ്യുക, കുറച്ചു സമയം പ്രബോധനം ചെയ്യും, പിന്നെ നമ്മളെ വീട്ടിൽ പോകും അല്ലേ, പിന്നെ അടുത്ത ആഴ്ച അല്ലേ. രാവും പകലും ഇടതടവില്ലാത്ത 950 കൊല്ലം ഞാൻ വിളിച്ചു പഠിച്ചോനെ. ഫലം യസിദുഹും ദുആഇ ഇല്ലാ ഫിറാറ, അവർ എന്നെ കാണുമ്പോൾ തന്നെ ഓടിപ്പോയത്. അവർക്ക് എന്നെ കാണുന്നതിന് ഒരു വല്ലാത്ത പ്രയാസമായിട്ട് അവർ കണ്ടത്. വഇന്നി കുല്ലമാ ദഅഉതുഹും ലിതഗ്ഫിറ ലഹും, അതൊക്കെ പുറത്തു കൊടുക്കാൻ, അവർ ചെയ്ത മുഴുവൻ ശിർക്കും പുറത്തു കൊടുക്കാൻ വേണ്ടി ഞാൻ അവരെ ക്ഷണിച്ചപ്പോഴെല്ലാം, വഇന്നി കുല്ലമാ ദഅഉതുഹും ലിതഗ്ഫിറ ലഹും ജഅലു അസാബിയഹും ഫീ ആദാനി, ഈ ശബ്ദം കേൾക്കാതിരിക്കാൻ ആ സമൂഹം പഠിച്ചോനെ അവരുടെ ചെവിക്കുള്ളിൽ അവരുടെ വിരലുകൾ അമർത്തി, നീ പറയുന്നത് ഞങ്ങൾക്ക് കേൾക്കണ്ട എന്ന് മാത്രമല്ല, വസ്തഗ്ശൗ സിയാബവും, ഉടുത്തിരിക്കുന്ന വസ്ത്രം കൊണ്ട് അവരെ മൂടിപ്പോച്ചു. എന്നിട്ട് വസ്തക്ബറു ഇസ്തിക്ബാറ, അഹങ്കാരം നടിച്ചു, ഭയങ്കരമായ അഹങ്കാരം. അപ്പം അത്തരം ആളുകളെ ആ നൂഹ് നബി പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ സൂറത്ത് നൂഹിൽ കാണാം, ഫഖുൽതു ഇസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ. ഫഖുൽതു, അങ്ങനെ ഞാൻ ആ 950 കൊല്ലവും അവരുടെ പിന്നാലെ രാപ്പകലില്ലാതെ ഇടതടവില്ലാതെ പടച്ചോനെ പറഞ്ഞു നടന്നു. ഇസ്തഗ്ഫിറു റബ്ബക്കും, നിങ്ങൾ റബ്ബിനോട് പൊറുക്കലിനെ തരണം. മഴ കിട്ടാൻ ഒരു പ്രധാന കാരണം ഇസ്തിഗ്ഫാർ, 24 മണിക്കൂറും അസ്തഗ്ഫിറുള്ള, നിങ്ങളുടെ നാവിൽ അതാ ഉണ്ടാവുന്നുണ്ട്. അസ്തഗ്ഫിറുള്ള എന്ന ദിക്ർ നാവിലെപ്പോഴും ഉണ്ടാവട്ടെ, വരൾച്ച പോകാൻ. കേട്ടോ, ഇസ്ലാം പഠിപ്പിക്കുന്നതാ. ഫഖുൽതു ഇസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ, അവൻ പുറത്തു വരും.
അതുകൊണ്ട് നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തണം. ഇത് പറയാ യുർസിലി സമാ അലൈക്കും മിദ്റാറ, ആവശ്യത്തിന് ധാരധാരയായി അള്ളാഹു മഴ വർഷിപ്പിച്ചു നിങ്ങൾ തന്നിട്ടുണ്ട്. ആ മഴയും ഇസ്തിഗ്ഫാറുമായിട്ടുള്ള ബന്ധം പറയാം. ഫഖുൽതു ഇസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലി സമാ അലൈക്കും മിദ്റാറ, ധാരധാരയായി അള്ളാഹു ആകാശത്ത് നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു. വയുംദിൽകും ബി അംവാലി വബനീൻ, മക്കളെ കൊണ്ടും മുതലുകൾ കൊണ്ടും അള്ളാഹു നിങ്ങൾ അനുഗ്രഹിച്ചു. വയജ്അൽ ലക്കും ജന്നാത്തിൻ, ഒരുപാട് തോട്ടങ്ങൾ, പലതരം ഫലഭൂയിഷ്ടമായ തോട്ടങ്ങൾ നാം നിങ്ങൾക്ക് ആക്കി തന്നു. വയജ്അൽ ലക്കും അൻഹാറ, നിരവധി നദികൾ നിങ്ങൾക്ക് നാം അള്ളാഹു ഒരുക്കി തന്നു. അതൊക്കെ വെള്ളത്തിലെ സ്രോതസ്സുകളാണ്. ഇതെല്ലാം അള്ളാഹു നിങ്ങൾക്ക് നൽകി. എന്താ നിങ്ങൾ വേണ്ടത്? അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കണം, അല്ലേ? ഖാലയാ ഖൗമി ഉബ്ദുല്ലാ, നിങ്ങൾ അള്ളാഹിനെ മാത്രം ആരാധിക്കണം, പ്രാർത്ഥിക്കണം, സഹായം തേടണം. മരിച്ചുപോയ മൺമറഞ്ഞുപോയ മക്കബറുകളിലേക്കും ജാറങ്ങളിലേക്കും തങ്ങന്മാരിലേക്കും ബീവിയിലേക്കും ഔലിയാക്കന്മാരിലേക്കും അമ്പിയാക്കന്മാരോട് നിങ്ങൾ പ്രാർത്ഥിക്കരുത്, അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കണം. യാ ഖൗമി ഉബ്ദുല്ലാ മാ ലക്കും മിന്നാ ഇലാഹിൻ ഗൈറുഹു, അവനല്ലാത്തൊരാരാധ്യം നിങ്ങൾക്കില്ല. നിങ്ങൾ അള്ളാഹിനോട് മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ അള്ളാഹു മഴ വർഷിപ്പിക്കുന്നത് നിർത്തും കേട്ടോ. അപ്പോൾ അള്ളാഹുവിനോടുള്ള ബാധ്യത അതാണ്. ഇത് അള്ളാഹിനോടുള്ള ബാധ്യത, നമ്മൾ അള്ളാഹിനോട് മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുക. ഇബാദത്ത് അള്ളാഹ്ക്കല്ലാത്ത വേറെ ആൾക്ക് കൊടുക്കരുത്. അത് കൊടുത്താൽ വരൾച്ച ഉണ്ടാവും. ഓരോരുത്തരുടെയും ബാധ്യത നിർവഹിക്കുന്നത് നിർത്തിയാൽ മഴ നിർത്തും അള്ളാഹ്. നമുക്ക് കേൾക്കാം, റസൂൽ പറയാണ്. റസൂൽ ഒരിക്കൽ മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, നിനക്ക്, നമ്മളൊക്കെ മനുഷ്യരാണല്ലോ, മനുഷ്യരായ നമുക്ക് അള്ളാഹുവിനുള്ള ബാധ്യത എന്താണ് അറിയുമെന്ന് ചോദിച്ചു റസൂൽ മുആദ് ബിൻ ജബലിന്. യാ മുആദ് ഹൽ തദ്രി മാ ഹഖ്ഖുല്ലാഹി അലല്ലാഹി അലൽ ഇബാദ്, മനുഷ്യന്മാർക്ക് അള്ളാഹുവിനോട് നിർവഹിക്കേണ്ട ബാധ്യത എന്താണ്? അപ്പൊ റസൂൽ പറഞ്ഞു, അൻ യഅ്ബുദൂഹു വലാ യുശ്രികു ബിഹി ഷൈഅ, അവനെ മാത്രം ആരാധിക്കണം, ഒരു നിലക്കുള്ള ശിർക്കും വെക്കാൻ പാടില്ല. ഈ ഒരു നിലക്കുള്ള ശിർക്ക് എന്താ? അള്ളാഹു അല്ലാത്ത വേറെ അള്ള എന്തെന്ന് വിശ്വസിക്കുകയല്ല ശിർക്ക്. അങ്ങനെയാണ് മുസ്ലിങ്ങളിൽ ചില പുരോഹിതന്മാർ പഠിപ്പിക്കുന്നത്. അള്ളാഹു അല്ലാത്ത വേറെ അള്ളുണ്ട്, അങ്ങനെ വിശ്വസിച്ചാലും ശിർക്കാവുന്നല്ല. അള്ളാഹ് ആരാണ്? അള്ളാഹ് സെമിയാണ്, അള്ളാഹു ബസീറാണ്, കാണുന്നവനാണ്, കേൾക്കുന്നവനാണ്, സഹായിക്കുന്നവനാണ്, അന്നം നൽകുന്നവനാണ്, റസാഖൊക്കെ അല്ലാണ്. അതിൽ ഏതെങ്കിലും ഒരു അംശം അള്ളാഹു അല്ലാത്ത വേറൊരാൾ കേൾക്കുമെന്നോ സഹായിക്കുമെന്നോ വിശ്വസിച്ചാൽ ശിർക്കാവും. മനസ്സിലായോ? അപ്പൊ ആ ശിർക്ക് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ അവകാശങ്ങൾ നിശ്ചയിച്ചു. അള്ളാഹ്ക്കുള്ള അവകാശമുണ്ട്. അൻ യഅ്ബുദൂഹു, അവനെ മാത്രം നിങ്ങൾ ആരാധിക്കണം, വലാ യുശ്രികു ബിഹി ഷൈഅ, അവനിൽ ഒന്നിനെയും പങ്കു ചേർക്കാക്കി. അത് അള്ളാഹിന്റെ ഉള്ള അവകാശ മനുഷ്യന്മാരുടെ. വഹഖുൽ ഇബാദ്, അങ്ങനെ ജീവിക്കുന്ന മനുഷ്യന്മാരോട് അള്ളാഹ്ക്കുള്ള ബാധ്യതയോ? വഹഖുൽ ഇബാദി അലല്ലാഹ്, അങ്ങനെ ജീവിക്കുന്ന അള്ളാഹുവിന്റെ ദാസന്മാർക്ക് അള്ളാഹുവിനുള്ള ബാധ്യത അല്ലാ യുഅദ്ദിബ മൻ ലാ യുശ്രികു ബിഹി ഷൈഅ, ഒരു നിലക്കും ശിർക്ക് ചെയ്യാത്ത ആളുകളെ ശിക്ഷിക്കാതിരിക്കാനുള്ള അള്ളാഹിന്റെ ബാധ്യത. ഇപ്പൊ മഴ കിട്ടാതിരിക്കാനുള്ള ദുനിയാവിലെ ശിക്ഷ, ആഖിറത്തിലെ ശിക്ഷ അല്ല ഇവിടെ പറഞ്ഞു. ദുനിയാവിൽ തന്നെ ഭയങ്കര ശിക്ഷയാണ് മഴ കിട്ടാണ്ടായ കാരണം. അപ്പൊ അള്ളാഹ് ശിക്ഷിക്കൂല. ആളുകൾ മുവഹിദുകളാകണം, തൗഹീദിന്റെ വക്താക്കളാവണം. ശിർക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെല്ലാം പറയുക, ഓരോ തരം കറാമത്തുകൾ പ്രചരിപ്പിച്ചുകൊണ്ട് നമ്മളുടെ പുരോഹിതന്മാർ മുസ്ലിം സമൂഹത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക, ശിർക്കിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക, ഒരു കാരണവശാലും നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു അല്ലാത്തൊരാരെയും വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടാവരുത്. അങ്ങനെ വന്നാൽ അള്ളാഹു അവകാശങ്ങൾ നിശ്ചയിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് വേണം? ഇസ്തിഗ്ഫാർ നിരന്തരമായി എപ്പോഴും നിങ്ങളുടെ നാവിലുണ്ടാവട്ടെ. അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്, വേറൊന്നും വേണ്ട. അള്ളാഹുവെ പുറത്തുകൊണ്ട പടച്ചോനെ, ശിർക്കോ ഞല്ല പാപങ്ങൾ ഏതായിരുന്നാലും പടച്ചോനെ പുറത്തുകൊണ്ട. റസൂൽ പറയാം, മൻ ലസിമൽ ഇസ്തിഗ്ഫാർ, ആരെങ്കിലും ഇസ്തിഗ്ഫാർ നിരന്തരമായി നിർവഹിച്ചാൽ ജഅലല്ലാഹു മിൻ കുല്ലി നീഖിൻ മഖ്റജ, എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു രക്ഷപ്പെടുത്തും. നമ്മൾ അനുഭവിക്കുന്ന ഏത് പ്രയാസങ്ങളിൽ നിന്നും അസ്തഗ്ഫിറുല്ലാഹ് എന്ന ദിക്ർ നമ്മളെ രക്ഷപ്പെടുത്തും. ഒമിൻ കുല്ലി ഹമ്മിൻ ഫറജ, എന്തെല്ലാം പ്രയാസങ്ങൾ നമുക്കുണ്ടാവുന്നു അതിനൊക്കെ അള്ളാഹു ആശ്വാസം നൽകും. എന്താ വേണ്ടത്? അസ്തഗ്ഫിറുല്ലാഹ്. ഇനി മഴ കിട്ടാതെ അതിശക്തമായ വെയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അള്ളാഹിനെ പലപ്പോഴും ചീത്ത പറയും, അല്ലെ? ഇപ്പോഴുള്ള ആളുകളുടെ ചർച്ചകൾ എവിടെ നോക്കിയാലും അലാഖിന്റെ ചൂടുന്ന, അല്ലെ? അത് പറയാത്ത മനുഷ്യന്മാരിപ്പോ കുറവാണ്. കുറെ ദിവസം രാഷ്ട്രീയമായിരുന്നു, എന്താണോ അപ്പപ്പോ കിട്ടുന്നത് അതാണ് നമ്മൾ ചർച്ച. ഇപ്പൊ ചർച്ച മെയിൻ ചൂടാണ്. നിൽക്കാൻ കഴിയില്ല, കെടുക്കാൻ കഴിയില്ല, ഇരിക്കാൻ കഴിയില്ല, മഞ്ഞപ്പിത്തം വരുന്നുണ്ട്, പല ജാതി രോഗങ്ങൾ വരുന്നുണ്ട്, അല്ലെ? മനുഷ്യന്മാർക്ക് സുഖമായി ജീവിക്കാൻ പറ്റാവുന്ന ഒരു അവസ്ഥ അല്ല ഈ കാലാവസ്ഥ. അപ്പോ റസൂലുള്ള പറയാം, നിങ്ങൾ ഒരിക്കലും കാലാവസ്ഥയെ കുറ്റപ്പെടുത്തരുത്.
ഒരു നേരം പോലും. റസൂൽ ഖുദ്സിയായ ഒരു ഹദീസിൽ ഖാലല്ലാഹു തആല, അല്ലാഹു തആല പറയുന്നു, യുദീനി ഇബ്നു ആദം, ആദമിന്റെ മക്കൾ എന്നെ വേദനിപ്പിക്കുന്നു, അള്ളാഹിനെ വേദനിപ്പിക്കുന്നു. ആ വാക്കതാണ്, അള്ളാഹിനെ വേദനിപ്പിക്കുക. എന്താ കാരണം? യസുബുദ്ദഹർ, അവർ കാലത്തെ കുറ്റപ്പെടുത്തുകയാണ്. വാനദ്ദഹർ, ഞാനാണ് കാലം, ബിയദിൽ അംർ, എന്റെ കൈക്കാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്, ഞാനാണ് അതൊക്കെ ചെയ്യുന്നത്. യുക്കല്ലിബുൽ ലൈല വന്നഹാർ, രാവിലെയും പകലിനെയും മാറ്റിമറിക്കുന്നത് ഞാനാണ്. അപ്പൊ നിങ്ങൾ കുറ്റപ്പെടുന്ന അള്ളാനാണ്. അതുകൊണ്ട് എന്ത് ചെയ്ത്? യുദീനി ഇബ്നു ആദം, ആദമിന്റെ മക്കൾ എന്നെ അള്ളാഹിനെ വേദനിപ്പിക്കുന്നു. എന്തുകൊണ്ട്? പണ്ടാവിടയ്ക്ക് ചൂട്, പലർക്കും പല ശൈലിയാ അല്ലെ, ഒരു വല്ലാത്ത ചൂടായിപ്പോയി. എന്ത് പഠിച്ചോനാ അത്? അങ്ങനൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? വിഷമിക്കും, പറഞ്ഞു പോകും. കാരണം ഉറക്കിട്ടാണ്ടക്കുമ്പോ, രാത്രിയൊക്കെ ഉറക്കിട്ടാണ്ടക്കുമ്പോഴേ ശക്തമായ ചൂട്, അതോടൊപ്പം തന്നെ ഗ്യാസ്ട്രോളജി, എല്ലാ പ്രശ്നങ്ങളും ഇതുകൊണ്ടുണ്ടാവും. അതുപോലെ തന്നെ ഒരുപാട് അലർജി പ്രോബ്ലം അല്ലെ, ഇതൊക്കെ വരും. അതുകൊണ്ട് അത്തരം പ്രയാസങ്ങളിൽ നിന്നൊക്കെ നമ്മൾ രക്ഷപ്പെടണം. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ശുദ്ധമായ ജലം തരും. അല്ലാഹു അല്ലാത്ത ഒരാൾക്ക് തരാൻ കഴിയും. അല്ലാഹ് ചോദിക്കുക, ഖുൽ, നബിയെ, ഈ അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതോടും ചോദിച്ചാള്, ആ റഅയ്തും മിൻ അസ്ബാ മാഉകും ഗൗറ, ഭൂമിയിലുള്ള മുഴുവൻ വെള്ളവും വറ്റിപ്പോവുകയാണെങ്കിൽ ഫമൻ യഅ്തീകും ബിമാഇൻ മഈൻ, ശുദ്ധജലം നിങ്ങൾക്ക് തരാൻ അല്ലാഹു അല്ലാതെ മറ്റാരുണ്ട്? അത് ചോദിച്ചു നോക്ക്. അല്ലാഹ്ക്ക് മാത്രമേ വെള്ളം തരാൻ കഴിയുള്ളൂ. നിങ്ങളെന്താ പറഞ്ഞത്? മഴ പെയ്യാന്ന ചില്ലറ അനുഗ്രഹം. അതൊക്കെ അനുഭവിച്ചിട്ട് അല്ലാഹ്ക്ക് നേരെ തിരിഞ്ഞു തുപ്പുകയാണ്, മലർന്നു കിടന്നിട്ട്. പാടില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 950 കൊല്ലം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടും അള്ളാഹുലേക്ക് ക്ഷണിച്ചിട്ടും ആളുകൾ അള്ളാഹുലേക്ക് തിരിഞ്ഞു വന്നില്ല. അപ്പോഴൊക്കെ അവരോട് പറഞ്ഞെന്താ? ഓരോ കാര്യങ്ങളിലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരിക്കൽ മഹാനായ ഹസനുൽ ബസരി റഹിമഹുല്ലാ, അദ്ദേഹത്തിന്റെ അടുത്ത് കുറെ ആളുകൾ വന്നു പല പ്രശ്നങ്ങൾക്കും പരാതി പറയാൻ. അപ്പോ നാട്ടിൽ വരൾച്ച ബാധിച്ചിട്ടുണ്ട്, ചിലരുടെ അങ്ങനെ പറഞ്ഞത്. പട്ടിണി കിടന്ന് ജനങ്ങൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അദ്ദേഹത്തോട് പരാതി പറഞ്ഞു. ഹസനുൽ ബസരി താബി പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ അടുത്ത് വന്നിട്ടാണ് ആളുകൾ പറഞ്ഞത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഫഖാല അസ്തഗ്ഫിരില്ല, നിങ്ങൾ അള്ളാഹിനോട് ഇസ്തിഗ്ഫാർ ചെയ്യണം. അങ്ങനെ പട്ടിണി കിടന്ന് വരൾച്ച ബാധിച്ച് മനുഷ്യന്മാർ പട്ടിണി കിടന്ന് മരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഇസ്തഗ്ഫിരില്ല, നിങ്ങൾ അള്ളാഹിനോട് പൊറുക്കനെ തേടണം. രാജ്യം സാമ്പത്തിക പ്രതിസന്ധിയിൽ കിടന്നമരുകയാണ് എന്ന് അദ്ദേഹത്തോട് പരാതി പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഫഖാല, അപ്പോഴും പറഞ്ഞു ഇസ്തഗ്ഫിരില്ല, നിങ്ങൾ അള്ളാഹിനോട് പൊറുക്കനെ തേടണം. മക്കളില്ലാണ്ട് ആളുകൾ ബുദ്ധിമുട്ടുന്നുണ്ട്, അതുകൊണ്ട് അതിനൊരു പരിഹാരം കാണണം, നിങ്ങൾ അള്ളാഹിനോട് പറയണം. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇസ്തഗ്ഫിരില്ല, നിങ്ങൾ അള്ളാഹിനോട് പൊറുക്കനെ തേടണം, ഇസ്തിഗ്ഫാർ നടത്തണം. എല്ലാത്തിനും അദ്ദേഹം പറഞ്ഞതാണ്. ഫഖാല, അപ്പൊ ചില ആൾക്കാർ ചോദിച്ചു, അദ്ദേഹത്തിന്റെ കൂട്ടുകാർ, അമറഹും കുല്ലഹും ബിൽ ഇസ്തിഗ്ഫാർ, നിങ്ങളടുത്ത് വന്ന എല്ലാ ആളുകളോടും നിങ്ങൾ ഇസ്തിഗ്ഫാറിനാണല്ലോ കൽപ്പിച്ചത്. അപ്പൊ ഇമാം ഹസനുൽ ബസരി പറയാണ്, അതാക റിജാലുൻ യഷ്കൂന ബി അൻവാഇ മിനൽ ഹാജാത്ത്, വ്യത്യസ്തങ്ങളായ വിഷയങ്ങളിൽ പരാതി പറഞ്ഞുകൊണ്ട് നിങ്ങളോട് വന്ന ആളുകൾക്കെല്ലാം അമർത്തുഹും ബി കുല്ലുഹും ബിൽ ഇസ്തിഗ്ഫാർ, എല്ലാവരോടും നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യാനാ പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം ഓതിക്കൊടുത്തു ഫതലാലഹുമുൽ ആയാത്ത്, അങ്ങനെയാണ് അദ്ദേഹം ഓതിക്കൊടുത്തത്. ഏത്? ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാ അലൈക്കും മിദ്റാറ, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചോളി. അല്ലാഹു യുർസിലു അലൈക്കും, നിങ്ങൾക്ക് യുർസിലിസ് സമാ അലൈക്കും മിദ്റാറ, ധാരധാരയായി ഇഷ്ടം പോലെ അല്ലാഹു വെള്ളം ഇറക്കി തരും. എന്തിരിക്കും അംവാൽ, മക്കളെ കൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കും. ഇസ്തിഗ്ഫാർ നടത്തിയാൽ മക്കളില്ലാത്തവർ അസ്തഗ്ഫിറുല്ലാ എന്ന് പറഞ്ഞാൽ എന്തിരിക്കും അംവാലിൻ ബനീൻ, മക്കളെ കൊണ്ടും സമ്പത്ത് കൊണ്ടും അല്ലാഹു അനുഗ്രഹിക്കും. യജ്അൽ ലക്കും ജന്നാത്ത്, ധാരാളം തോട്ടങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് നൽകും. യജ്അൽ ലക്കും അൻഹാറ, അല്ലാഹു നിങ്ങൾക്ക് നദികൾ നൽകും. ഇപ്പൊ നമ്മൾ ചൂടിന്റെ കാരണം പറഞ്ഞ മനുഷ്യന്മാർ പറഞ്ഞ കാരണം എന്താ? ഇസ്തിഗ്ഫാർ നഷ്ടപ്പെട്ടോ ശിർക്ക് വന്നതോ എന്നല്ല. ആളുകൾ പറയുന്നത് ഈ കെട്ടിടങ്ങൾ, എന്നാൽ കോൺക്രീറ്റ് കെട്ടിടങ്ങളുടെ വർധനവ് ചൂടിന്റെ ഒരു കാരണമാണ്. പിന്നെ ഒരാളും അവനവന്റെ വീട്ടിന്റെ മുറ്റത്തുള്ള മരങ്ങൾ ഒരിക്കലും നിർത്തൂല. കാണാനുള്ള ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് സകല മരങ്ങളും മുറിച്ചു. ആരെ വീട്ടിന് മുമ്പിലൊക്കെ മരങ്ങൾ? എല്ലാവർക്കും വേണ്ടി കുട്ടികൾക്ക് കളിക്കാൻ മുറ്റം വേണം. കുട്ടികൾ പറഞ്ഞുണ്ടാവണ്ടേ? എന്നിട്ടല്ലേ മുറ്റുണ്ടായാലും മരം മുഴുവൻ മുറിച്ചു. കോൺക്രീറ്റ് കെട്ടിടങ്ങൾ മത്സരിച്ചുണ്ടാക്കുക അല്ലേ? ഇതൊന്നും അറിയുന്നില്ല. വെള്ളം കിട്ടാണ്ടാവുകയും ചൂട് കൂടുമ്പോഴും ആണ് നമ്മൾ മഴയ്ക്ക് വേണ്ടി ചേർക്കണേ ആൾക്കാർ മുഴുവൻ അള്ളാന്റെ മുമ്പിലേക്ക്
ഒരു വിഭാഗം ആളുകൾ മൊയ്തീൻ ഷേഖാണ് വെള്ളം ഇറക്കുന്നത്, വേറെ വിഭാഗം ആളുകൾ ബദരീങ്ങളാണ് വെള്ളം തരുന്നത്, വേറെ വിഭാഗം കോയപ്പാപ്പയാണ്, ഭയങ്കര കോയപ്പാപ്പയാണ്. അങ്ങനെ പലജാതി ശിർക്കന്മാർ. അപ്പൊ ശിർക്ക് വർദ്ധിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു തആല ലോകത്ത് വരൾച്ച കൊണ്ടുവരും. അതുകൊണ്ട് ഇനി നിങ്ങൾ ചെയ്യേണ്ട റസൂലുള്ളാഹിന്റെ ഒരു മാതൃക ഞാൻ നിങ്ങൾ പറഞ്ഞു. ഉണർന്നാൽ ഒരു കോപ്പ വെള്ളം അള്ളാഹിനെ ദിക്ർ ചെയ്തിട്ട് അല്ലേ, ആദ്യം അൽഹംദുലില്ലാ അല്ലദീ അഹ്യാന ബഅദമാ അമാതനാ വ ഇലൈഹി നുശൂർ എന്ന ദിക്ർ നിർവഹിക്കും അല്ലേ. എന്നിട്ട് കോപ്പ വെള്ളം കുടിക്കുക. ഇപ്പൊ എല്ലാവരും പറഞ്ഞാൽ രാവിലെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ നല്ല ശോധന ഉണ്ടാവും. ഇപ്പോഴുള്ള ഡോക്ടർമാർ പറയാ 1400 കൊല്ലം മുമ്പാ റസൂലുള്ള പറയുന്നത്, ഞാൻ എഴുന്നേറ്റാൽ ഞാൻ എന്ത് ചെയ്യും, ഒരു കോപ്പ് വെള്ളം കുടിക്കും. പിന്നെ ഫറഗ മിൻ സലാത്തി, നമസ്കാരത്തിന് പിരിഞ്ഞാൽ അല്ലാഹുമ്മ അൻത സലാം വമിൻക സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം എന്ന ദിക്ർ നിർവഹിച്ചു കഴിഞ്ഞാൽ വയതനാവലു കൂബം മിനൽ മാ, ഒരു കോപ്പ് വെള്ളം കുടിക്കും. നിങ്ങളങ്ങനെ കുടിച്ചു നോക്കി 5 നേരം നിർജ്ജലീകരണമില്ല ഉണ്ടാവും അല്ലേ. പല രോഗങ്ങളെയും തടുക്കൂലേ മുസ്ലിങ്ങൾക്ക്. ഇത് പഠിപ്പിക്കുന്ന ആരാ? റസൂലുള്ളാഹിയാണ്. നമ്മളതാ പഠിക്കേണ്ടത്. അപ്പം ഇനി മറ്റൊരു കാര്യം എന്നാൽ മനുഷ്യന്മാർ മുഴുവനും വെള്ള കച്ചവടം തുടങ്ങി അല്ലേ. അതൊരു കാരണമാണ്. വെള്ളക്കച്ചവടം 3 കാര്യം വിൽക്കാൻ പാടില്ല. 3 കാര്യം ഇസ്ലാമിൽ നിരോധിച്ചിട്ടുണ്ട് കച്ചവടം ചെയ്യൽ. സാലത്ത് ആയിഷ റളിയല്ലാഹു അൻഹ അല്ലാഹു റസൂലിനോട് ആയിഷ ബി ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹു റസൂലേ, മശ്ശൈഉല്ലദീ ലാ യഹില്ലു മൻഉഹു, വില വാങ്ങിയിട്ട് മനുഷ്യന്മാർക്ക് എന്ത് വിഷയങ്ങളൊക്കെയാണ് തടയാൻ അവകാശമില്ലാത്തത്? തടയാൻ അവകാശമില്ലാത്ത വിഷയം ഏതാണ് മനുഷ്യന്മാർക്ക്? റസൂൽ പറഞ്ഞു, ആദ്യം എണ്ണി അൽ മാ വെള്ളം, അൽ മിൽഹ് ഉപ്പ്, അന്നാർ തീ. 3 സാധനം വെക്കാൻ പാടില്ല. അപ്പൊ നിങ്ങൾ തീപ്പെട്ടി വെക്കണേ പറ്റിയോ സിഗരറ്റ് വെക്കണേ പറ്റിയോ അല്ല കേട്ടോ പറയുന്നത്, തീ വെക്കാൻ പാടില്ല. നമ്മളെ പുരന്റെ മുമ്പൊക്കെ ആളുകൾ തീയില്ല, ഞാൻ അടുത്ത പുരം തീ വാങ്ങും ഇല്ലേ, ഓർമ്മയില്ലേ? ഒരു കടലാസ് കഷ്ണം കൊടുത്ത് കത്തിച്ചിട്ട് അതിന് പൈസ ആകാൻ പാടില്ല. പിന്നെ നമ്മളെ കിണറ്റിലുള്ള വെള്ളം കൊടുത്തോളം ഒരാൾക്ക് തടയാൻ അവകാശം ആർക്കുമില്ല. അങ്ങനെ തടഞ്ഞാൽ വരൾച്ച വരും കേട്ടോ. അത് മനുഷ്യന്മാരുള്ള അവകാശം നിങ്ങൾ ഇല്ലാണ്ടാക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അത് ചെയ്യാൻ പാടില്ല. പിന്നെ അൽ മിൽഹ് ഉപ്പ്, അത് പാടില്ല. നാറും ഫക്കാലത്ത് ആയിഷാബി ചോദിച്ചു, ഹാദൽ മാവ് ഖദ് അറഫ്നാഹു, വെള്ളം തടയാൻ പാടില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. പിന്നെ എന്തുകൊണ്ടാണ് ഉപ്പും അതുപോലെ തന്നെ തീയും? അപ്പൊ റസൂലിനെ വിളിച്ചു ആയിഷാബിനോട്, യാ ഹുമൈറത്ത്. ഹുമൈറ എന്ന് റസൂലുള്ള ആയിഷാബിനെ വിളിക്കുന്ന പേരാ. എന്തായാലും അർത്ഥം അറിയാം. ഹുമൈറ എന്ന് പറഞ്ഞാൽ ചുവന്ന സുന്ദരിയാണ്. ആയിഷാബി ചുവന്ന സുന്ദരിയാണ്. അപ്പൊ റസൂലിനെ വിളിച്ചതാ, യാ ഹുമൈറ, ഹുമൈറെ, മൻ അൽത്താ നാറൻ, ആർക്കെങ്കിലും ഒരാൾ തീ കൊടുത്തു, ഫകഅന്നമാ തസദ്ദഖ, അവൻ സദഖ കൊടുത്തവനെ പോലെയാണ്. മൽജ ബി ജമീ തിൽക്കന്നാർ, ആ തീ കൊണ്ട് ആ കൊണ്ടുപോയ ആള് എന്തെല്ലാം ഭക്ഷണം പാചകം ചെയ്തുവോ അതെല്ലാം സദഖ കൊടുത്തതിന്റെ പ്രതിഫലം ഈ തീ കൊടുത്താക്ക് കിട്ടും. ഈ തീ സഹായിച്ച ആൾക്ക് ആ തീ കൊണ്ട് എന്തെല്ലാം ഭക്ഷണം പാചകം ചെയ്ത് അതിന്റെ കൂലി ആർക്ക് കിട്ടും? ഈ തീ കൊടുത്താക്ക്. ഇനിയോ ബി ജമീ തിൽക്കന്നാർ ഒമൻ അഴുത്ത മിൽഹൻ, ആരെങ്കിലും ഉപ്പ് കൊടുത്താലോ ഫകാന്നമാ തസദ്ദഖ ബി ജമീ മാ അത്യബ ദാലിക്കൽ ബിൽ, ആ ഉപ്പ് ഉപയോഗിച്ച് വളരെ മനോഹരമായ ഭക്ഷണം എന്തെല്ലാം പാചകം ചെയ്തോ അത് പാചകം ചെയ്ത് അതിന്റെ പ്രതിഫലവും അത് സദഖ കൊടുത്തതിന്റെ കൂലിയും ആർക്ക് കിട്ടും? ഉപ്പ് കൊടുത്തോണ്ട് കിട്ടും. മുമ്പൊക്കെ നിങ്ങൾക്കറിയാം, നമ്മളെ പീടികയിൽ മസാലപ്പീടികയിൽ അകത്തേക്ക് വെക്കാത്തൊരു സാധനം മിൽഹായിരുന്നു, ഉപ്പ് അല്ലേ. എന്താ കാരണം? ആര് വാരിക്കൊണ്ടായാലും ഒന്നുമില്ല, ഒരു പ്രശ്നമില്ലായിരുന്നു. ഇപ്പോഴാണ് ആളുകൾ ഉപ്പൊക്കെ അത് വിൽക്കാൻ പാടില്ല എന്ന് റസൂലുള്ള പഠിപ്പിക്കുന്നത് കേട്ടോ. അതൊക്കെ ദാനം കൊടുക്കുന്ന. എന്നിട്ട് റസൂലുള്ള പറയാ അതിനെ തുടർന്ന്, വമൻ സക്കാ മുസ്ലിമൻ ഷുർബത്തൻ മിൻ മാ, ഒരു മുസ്ലിമായ മനുഷ്യൻക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ കുടിക്കാൻ, ഒരു മുസ്ലിമായ മനുഷ്യൻക്ക് ഒരാൾ ഒരു ഗ്ലാസ് ദാഹിച്ചൊരാൾക്ക് വെള്ളം കൊടുത്താൽ, ഹീന യൂജതുൽ മാ, വെള്ളം സുലഭമായി കിട്ടുന്ന സമയത്ത്, ഹീന യൂജതുൽ മാ, വെള്ളം സുലഭമായി കിട്ടുന്ന സമയത്ത് തന്നെ ഒരാൾ വെള്ളം ചോദിച്ചപ്പം വെള്ളം കൊടുത്താൽ, ഫകാന്നമ അൽത്താ റഖബത്തൻ, അവന്റെ അടിമയെ മോചിപ്പിച്ചതിന്റെ കൂലി കിട്ടും. ഒരാൾക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ ഒരടിമയെ മോചിപ്പിച്ച കൂലി. ദാഹിച്ച് വശം കെട്ടൊരു മനുഷ്യൻക്ക്, അത് മുസ്ലിമാണെന്നില്ല, വലവർക്കാണ് കാഫറായിരുന്നല്ലോ, ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചാൽ കൊടുത്തോളണം. നമ്മളൊക്കെ പീടിയിൽ സർവത്തൊക്കെ വെക്കണ പോലെ സർവത്ത് അല്ലാണ്ട് വേറൊന്നും കൊടുക്കൂല, പച്ച വെള്ളം കൊടുക്കൂല. കാരണം പിന്നെ സർവത്ത് കൊടുക്കൂല, അപ്പൊ കച്ചവടം കുറയും, അതുകൊണ്ട് കൊടുക്കണ്ട. അതിനേക്കാൾ വലിയ കച്ചവടം അപ്പൊ അല്ല നടത്തിയത്. ഓനെങ്ങനെയാണ്? ഫകാന്നമ അഴുത്തക്ക റഖബ,
ഒരു അടിമയെ മോചിപ്പിച്ച കൂലി കിട്ടും ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ. അതാണ് വെള്ളത്തിന്റെ പവർ. വമൻ സുഖിയ മുസ്ലിമൻ സുർബത്തൽ ഹീന ലാ യൂജദുൽ മാ, വെള്ളം വളരെ കിട്ടാൻ പ്രയാസമുള്ള സമയത്ത് കൊടുത്താലോ ഫകഅന്നമാ അഹ്യാഹ, അവൻ ആ മനുഷ്യന് ജീവൻ കൊടുത്തതിന്റെ കൂലി കിട്ടും. ഒരാൾക്ക് ജീവൻ കൊടുത്തതിന്റെ കൂലിയല്ലോ. വെള്ളം വല്ലാണ്ട് ബുദ്ധിമുട്ടായ ആൾ കിണറ്റിൽ നിന്ന് കോരാൻ വരാൻ വയ്ക്കൂല, നമുക്കുണ്ടാവില്ല ആളത്തേക്ക് കയറി അല്ലേ. അപ്പോൾ സ്വാഭാവികമായും മുസ്ലിംകൾ അറിയണം വെള്ളത്തിന്റെ വില. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ നമ്മൾ ഒരിക്കലും തന്നെ ചെറുതായി കാണരുത്. വളരെ ശ്രദ്ധയോടുകൂടി ജീവിക്കുക. ശിർക്കില്ലാതെ ഇസ്തിഗ്ഫാർ നിർവഹിച്ചുകൊണ്ട് ജീവിക്കുക. അതുപോലെ തന്നെ മറ്റൊന്നാണ് പാപം വർദ്ധിച്ചാലും അല്ലാഹു സുബ്ഹാനഹു തആല പാപങ്ങൾ വർദ്ധിക്കുക. അതിപ്പോ ഞാൻ പറയണ്ടല്ലോ, അപ്പോഴും അല്ലാഹു വരൾച്ച വരും. പാപങ്ങൾ വർദ്ധിച്ചാൽ പാപം ചെയ്യുന്നവൻക്കറിയില്ല ഈ പാപം ഞാൻ ചെയ്താൽ എത്രയാണ് ഇപ്പൊ ആളുകൾ ചെയ്യുന്ന പാപം. പാപത്തിന്റെ എണ്ണം പറയാൻ പറ്റില്ല അല്ലേ, മിമ്പറെന്ന് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല പാപത്തിന്റെ എണ്ണം. ആണോ? ആണും പെണ്ണും അള്ളാന്റെ ശറഈ നിയമങ്ങൾക്ക് വിധേയമാകാതെ ശൈത്താനിനോട് കൂട് പുലർത്തിക്കൊണ്ട് മനോഹരമായിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കുകയാണ് അല്ലേ, ചങ്കായിട്ട്. ശൈത്താന്റെ ചങ്ക. അതുകൊണ്ടും അള്ളാഹു വരൾച്ച തരും. അങ്ങനെ ഒരുപാട് കാരണങ്ങളാൽ അള്ളാഹു സുബ്ഹാനഹു തആല വരൾച്ച തരുമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓർക്കുക, ഇസ്തിഗ്ഫാറോടുകൂടി ജീവിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും അള്ളാഹുവിനോട് ശിർക്ക് ചെയ്യരുത്. ലോകത്തോട് അള്ളാഹു ആദ്യമായി ഖുർആനിൽ കൽപ്പിച്ചൊരു കൽപ്പന ഉണ്ട്, അറിയാലോ. ആദ്യം അള്ളാഹു ഇറക്കിയ സൂറത്ത് ഏതാ? ഫസ്റ്റിൽ എല്ലാവർക്കും അറിയാം. എല്ലാവരും പറയണ്ട, മുഹമ്മദ് നബിക്ക് ആദ്യം ഇറക്കിയ ഖുർആൻ ആദ്യത്തെ കൽപ്പന ഇഖ്റ ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ് അല്ലേ, വായിക്കാനാ പഠിപ്പിച്ച് റസൂലുള്ളാഹ്. രണ്ടാമത്തെ ലോകത്തോട് പറഞ്ഞ ആദ്യത്തെ കൽപ്പന യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഉബ്ദു റബ്ബക്കും, നിങ്ങൾ റബ്ബിനെ മാത്രം ആരാധിക്കണം. അല്ലദീ ഖലഖക്കും, അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. സൃഷ്ടിച്ചവനെ ആരാധിക്കാവൂ. വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളുടെ പൂർവികരെയും സൃഷ്ടിച്ചവനാണ് അവനാണ്. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾക്ക് തഖ്വ ഉണ്ടാകണമെങ്കിൽ അള്ളാഹനെ മാത്രം ആരാധിക്കണം. അപ്പൊ ജാറങ്ങളിലും മഖബറകളിലും പോകുന്നവർക്കും തഖ്വ ഉണ്ടാവില്ല. അള്ളാഹനെ മാത്രം ആരാധിക്കുന്നവർക്ക് തഖ്വ ഉണ്ടാവുള്ളൂ. തുടർന്ന് അള്ളാഹ് പറയാം, അല്ലദീ ജഅലകുമുൽ അർള ഫിറാശ, ഭൂമിയിൽ നിങ്ങൾക്ക് ജന്മം നൽകി. നിങ്ങൾ ഈ ഭൂമിയിൽ വരുന്നതിന്റെ മുമ്പ് തന്നെ അള്ളാഹു ഭൂമിയെ നിങ്ങൾക്ക് ഒരു വിരിപ്പ് പോലെ ആക്കി തന്നു. എന്തിന്? ലിതസ്ലുകൂ മിൻഹാ സുബുലൻ ഫിജാജ, വ്യത്യസ്ത വഴികൾ ഉണ്ടാക്കി അതിലൂടെ യാത്ര ചെയ്യാൻ. ഉരുണ്ട ഭൂമി അള്ളാഹു പരത്തി തന്നു. അതല്ല പറഞ്ഞു, അല്ലദീ ജഅലകുമുൽ അർള ഫിറാശൻ വസ്സമാ ബിനാൻ, ആകാശത്തൊരു കെട്ടിടം പോലെ. എന്നിട്ടോ വഅൻസല മിനസ് സമാഇ മാൻ, അതിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമായ വെള്ളം അവൻ ഇറക്കി തന്നു. വെള്ളം ഉള്ളതെവിടെയാണ്? ഭൂമിയിലാണ്. പക്ഷെ അള്ള ഇറക്കുന്നോടുന്ന ആകാശത്താണ്. ചിന്തിക്കാറുണ്ടോ? അള്ള വെള്ളം ഇറക്കിയത് ഇപ്പോൾ ആകാശത്താണ്. ആകാശത്തല്ലല്ലോ വെള്ളമുള്ളത്. നമ്മൾ പഠിക്കുമെന്ന് സമുദ്രത്തിലെയും നദിയിലെയും വെള്ളം നീരാവിയായി മേൽപോട്ടുയർന്ന് അവ ഘനീഭവിച്ച് മേഘങ്ങളായി രൂപാന്തരപ്പെട്ട് കാറ്റുകൾ അവയെ സഞ്ചരിപ്പിച്ചതൊക്കെ ഖുർആനിലെ സൂറത്ത് നൂറിന് പറയുന്നുണ്ട്. സമയമില്ല. അതൊക്കെ അള്ളാഹു എന്നിട്ട് മേഘക്കട്ടകളാക്കി എവിടെയാണോ പെയ്യേണ്ടത് അവിടെ കൊണ്ടേ അള്ളാഹു പെയ്യിപ്പിക്കും. ഇതൊക്കെ അള്ളാഹ് പറയുന്നുണ്ട്. അപ്പോ രൂപാന്തരപ്പെടുത്തിയൊക്കെ നമ്മൾ മലയാളത്തിൽ പഠിച്ചു. അത് പഠിച്ചു പാസ്സായവനാ, അത് എഴുതിയവനും അത് മനസ്സിലാക്കിയവനാണ് ഇവിടുത്തെ ഏറ്റവും വലിയ മനുഷ്യൻ. ഇത് തന്നവനൊന്നും വലിയവനല്ല. അവിടെയാണ് വിഷയം. അപ്പൊ അതുകൊണ്ട് അള്ളാഹ് പറയാ, വാൻസല മിനസ്സമായി മാൻ, അള്ളാഹു ഇഷ്ടം പോലെ നിങ്ങൾക്ക് ആകാശത്ത് വെള്ളം ഇറക്കി തന്നു. ഫഅഖ്റജ ബിഹി മിനസ് സമറാത്ത് റിസ്കൻ ലക്കും, നിങ്ങൾക്ക് ഭക്ഷണത്തിന് ഉപജീവനത്തിനുള്ള മുഴുവൻ ഭക്ഷണ പദാർത്ഥങ്ങളും അതിലൂടെ ഉൽപ്പാദിപ്പിച്ചു അല്ലേ. എത്രയാണ് ഇറക്കി തന്ന്, എത്ര നമ്മൾ എന്തെല്ലാം കഴിക്കുന്നത്. ഇപ്പോൾ ആളുകൾ പറഞ്ഞറിയോ, നിങ്ങൾ ബത്തക്കല്ലേ അത് നല്ലോണം കഴിച്ചോളി, നിർജ്ജലീകരണം കുറയും. ബത്തക്ക എന്റെ വല്യാപ്പനോട് പറഞ്ഞു. ഫഅഖ്റജ ബിഹി മിനസ് സമറാത്ത്, എന്തെല്ലാം പഴവർഗ്ഗങ്ങളാണ് അല്ലേ. ഈ ചൂട് കാലത്ത് കഴിക്കാൻ പറ്റിയ പല സാധനങ്ങളും, ഒരു ചെറുനാരങ്ങ പോലും നമ്മൾ ചിന്തിച്ച അതിന്റെ ഉള്ളിലുള്ള കണ്ടന്റൊക്കെ പഠിച്ചാൽ അന്തം വിട്ടുപോകും. അഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും, നിങ്ങൾക്ക് അള്ളാഹു ഉപജീവനായിട്ട്. എന്ത് അള്ളാഹ് കേണപേക്ഷിക്കുന്ന വാക്കുകൾ, ഇതെല്ലാം നിങ്ങൾ തിന്ന് കുടിച്ച് സുഖമായി ജീവിച്ച് ഫലാ തജഅലൂ ലില്ലാഹി അൻദാദ, നിങ്ങൾ അള്ളാഹ്ക്ക് സമന്മാരുണ്ടാക്കരുത് കേട്ടോ. അള്ളാഹ് കേൾക്കുന്ന പോലെ കേൾക്കുന്നുണ്ടെന്നോ അള്ളാഹ് അറിയുന്ന പോലെ അറിയുന്നുണ്ടെന്നോ നിങ്ങൾ ചിന്തിക്കരുത്. ഫലാ തജഅലൂ ലില്ലാഹി അൻദാദ വഅൻതും തഅലമൂൻ, ഇതെല്ലാം റബ്ബാണ് തരുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഒരിക്കലും അള്ളാഹുവിൽ പങ്കുചേർക്കരുത്. അപ്പൊ ശിർക്ക് ചെയ്താൽ ഭൂമിയിൽ വരൾച്ച ഉണ്ടാവും. ശിർക്ക് ചെയ്യരുത്, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. അള്ളാഹു നമുക്ക് എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് രക്ഷ നൽകും. അള്ളാഹു അങ്ങനെ രക്ഷ നൽകപ്പെടുന്ന
ഈ വരൾച്ചയിൽ നിന്ന് നമ്മെല്ലാം കാത്തുരക്ഷിക്കുന്ന, അനുഗ്രഹീതമായ അള്ളാഹുവിന്റെ മഴയെല്ലാം വർഷിപ്പിക്കുന്ന, ഈ ഭൂമിയിലുള്ള മനുഷ്യന്മാരുടെ കഷ്ടപ്പാടുകളും ജീവജാലങ്ങളുടെ കഷ്ടപ്പാടുകളും നീക്കിത്തരുന്ന റഹ്മാനായ റബ്ബെ, ഞങ്ങളുടെ പ്രയാസങ്ങൾ, ഞങ്ങളുടെ ദുരിതങ്ങൾ, കഷ്ടപ്പാടുകൾ നീക്കിത്തന്ന് ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ റബ്ബെ. അൽഹംദുലില്ലാഹി വഹദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ വഅലാ ആലിഹി വസഹ്ബിഹിൽ മുഅ്മിനൂന. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖ്വാത്ത് ഊസിക്കും സാനിയൻ വഇയ്യായ ബിത്തഖ്വല്ലാഹ്. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കണമെന്നും എന്നോടെന്ന പോലെ നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. രണ്ട് കാര്യം നമ്മളുടെ ജീവിതത്തിൽ എന്നും ഉണ്ടായാൽ, വിശുദ്ധ ഖുർആൻ പറയുന്നു സൂറത്തുൽ അറാഫിൽ, വലൗ അന്ന അഹ്ലൽ ഖുറ ആമനു, ഒരു രാജ്യക്കാർ തൗഹീദ് ഉൾക്കൊള്ളുകയും വത്തഖൗ, തഖ്വയോടുകൂടി ജീവിക്കുകയും ചെയ്താൽ, ലഫതഹ്ന അലൈഹിം ബറകാത്തി മിനസ് സമാഇ വൽ അർദ്, ആകാശങ്ങളിലും ഭൂമിയിലും അല്ലാഹു അവന്റെ ബർക്കത്ത് ചൊരിയും. ആകാശത്തിലുള്ള ബർക്കത്ത് മഴയാണ്, അതല്ല ചൊരിയും. ഭൂമിയിൽ നിന്നോ ആ മഴ മൂലമുണ്ടാകുന്ന ഒരുപാട് പ്രളയം, ഈ പ്രളയത്തിൽ നിന്നൊക്കെ അല്ലാഹു രക്ഷപ്പെടുത്തും. അതാണ് ബർക്കത്ത്. ബർക്കത്തായ വെള്ളം ഭൂമിയിൽ ഉണ്ടാക്കും, ആകാശം ചൊരിഞ്ഞു തരും. എന്ത് വേണം? വലൗ അന്ന അഹ്ലൽ ഖുറ ആമനു, ആദ്യം വേണ്ട തൗഹീദാണ്, അള്ളാഹുവിന്റെ അചഞ്ചലമായ വിശ്വാസവും വത്തഖൗ, തഖ്വയോടുകൂടി ജീവിക്കുകയും ചെയ്താൽ, ലഫതഹ്ന അലൈഹിം, നാം അവരുടെ മേൽ തുറക്കുക തന്നെ ചെയ്യും. എന്ത്? ബറകാത്തി മിനസ് സമാഇ വൽ അർദ്, ആകാശങ്ങളിലും ഭൂമിയിലുള്ള ബർക്കത്തിന്റെ കവാടങ്ങൾ നമുക്ക് വേണ്ടി അള്ളാഹു തുറക്കും കേട്ടോ. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുക. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ച് പോലും അള്ളാഹ് പറയാണ്, ഫൽ യൻദുരിൽ ഇൻസാനു ഇലാ തആമിഹി, മനുഷ്യനൊന്ന് അവൻ കഴിക്കുന്ന ഭക്ഷണത്തെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? അള്ളാഹ് പറയാ ചിന്തിക്കാൻ. അന്നാ സബബിനൽ മാഅ സബ്ബ, നാം അവനിലേക്ക് മനോഹരമായിട്ട് വെള്ളം ഒഴുക്കി വിട്ടു, അവന്റെ മേൽ ചൊരിഞ്ഞു കൊടുത്തു. സബബിനൽ മാഅ സബ്ബൻ, ഒരു ചൊരിയൽ ചൊരിഞ്ഞു. സുമ്മ ശഖഖനൽ അർള ശക്കൻ, അള്ളാഹു ആ മഴ മൂലം ഭൂമിയെ ഒന്ന് പിളർത്തി. എന്നിട്ടോ ഫഅൻബത്നാ ഫീഹ ഹബ്ബൻ, അതിൽ നിന്ന് അള്ളാഹു ഇഷ്ടം പോലെ ധാന്യങ്ങൾ മുളപ്പിച്ചു. വഇനബൻ വഖൽബ, മുന്തിരിയും പച്ചക്കറിയും. വഇനബൻ, മുന്തിരിയും, വഖൽബൻ, പച്ചക്കറിയും. വസൈത്തൂൻ വനഖ്ല, അതോടൊപ്പം തന്നെ ഈത്തപ്പഴവും സൈത്തണ്ണയും, പിന്നെ വനഖ്ലൻ, ഈത്തപ്പഴവും. വഹദായിക ഗുൽബ, എടതൂർന്ന തോട്ടങ്ങളും അള്ളാഹു ഉണ്ടാക്കി. വഫാക്കിയത്തും വഅബ്ബ, ശക്തമായ മരങ്ങളും വഅബ്ബ, ദുർബലമായ പുല്ലുകളും അവരുണ്ടാക്കി. ഇതൊക്കെ പണ്ടല്ല പറയാം മത്താഅല്ലക്കും, അതൊക്കെ നിങ്ങൾക്കുള്ള വിഭവട്ടോ, വലിയ അൻആമിക്കും, നിങ്ങളുടെ നാക്കാലികൾക്കും, ഇതെല്ലാവർക്കും ഉള്ളതാണ്. ഇതൊക്കെ അള്ളാഹു നമുക്ക് നൽകിയിട്ടല്ല പറഞ്ഞു. നിങ്ങൾ ഒരിക്കലും ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദ, നിങ്ങൾ ഒരിക്കലും അള്ളാഹുവിന്റെ ഇത് സമന്മാരെ ഉണ്ടാക്കരുതെന്നാണ് അള്ളാഹു പറഞ്ഞത്. അതുകൊണ്ട് സമന്മാരുണ്ടാക്കാതെ അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കലും അള്ളാഹു നമ്മൾ തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കേട് കാണിക്കുന്ന അവസ്ഥയിൽ നമ്മൾ ജീവിക്കരുത്. എപ്പോഴും അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നിർവഹിക്കുക. ഇസ്തിഗ്ഫാർ മഴ പെയ്യാനുള്ളൊരു കാരണമാണ്. പാപങ്ങളും അതുപോലെ തന്നെ വലിയ പ്രയാസം ഉണ്ടാക്കണ്ട. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, നാം അവരെ പല നിലക്ക്, അതായത് ഹാറൂന്, കാറൂന്, അതുപോലെ ഫിറോന്, ഇവരെപ്പോലുള്ള ആൾക്കാരൊക്കെ അള്ളാഹു വളരെ മുമ്പ് ശിക്ഷിച്ചിട്ടുണ്ട്. അതല്ലാഹു പറഞ്ഞിട്ടുണ്ട് ഖുർആനിൽ കേട്ടോ. അപ്പൊ അവരൊക്കെ ശിക്ഷിച്ചതിനെ പറ്റി പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞത് വഖാറൂന വഫിറോൻ വഹാമാൻ, ഇവരൊക്കെ വലഖദ് ജാഅഹും മൂസാ ബിൽ ബയ്യിനാത്ത്, മൂസാ നബി അവർക്ക് വ്യക്തമായ തെളിവുകളും ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കാൻ മൂസാ നബി വന്നു. ഫസ്തക്ബറു ഫിൽ അർളി, അങ്ങനെ കാറൂനും ഹാമാനും ഫിറോനും ഒക്കെ ഭൂമിയിൽ അഹങ്കരിച്ചു, അള്ളാഹിനെ ആരാധിക്കാൻ തയ്യാറായില്ല. വമാ കാനൂ സാബിഖീൻ, അവർക്ക് അള്ളാഹുവിനെ മറികടക്കാൻ കഴിഞ്ഞില്ല. ഫകുല്ലൻ അഖദ്നാ ബിദംബി, പാപങ്ങൾ നിമിത്തം നാം അവരെല്ലാം ശിക്ഷിച്ചു. അപ്പൊ പാപവുമാണ് മഴ പെയ്യാണ്ടിരിക്കുന്ന ഒരു കാരണം. ജീവിതത്തിൽ പാപങ്ങൾ വർദ്ധിക്കുമ്പോൾ, അതായത് ഇതാ കസുറൽ ഹബസുകൾ വർദ്ധിച്ചാൽ അള്ളാഹു ഭൂമിയിൽ വരൾച്ച ഉണ്ടാക്കും കേട്ടോ. ഇപ്പൊ വരൾച്ചയ്ക്ക് കാരണം മനസ്സിലായോ? അല്ലാണ്ട് കെട്ടിടം, കോൺക്രീറ്റ് കെട്ടിടോ മരം മുറിച്ചതൊന്നുമല്ല. അതൊരു കാരണമാണ്. അതിനേക്കാൾ വലിയ കാരണം ഇതാണ്. എന്ത്? ഒന്ന്, മനുഷ്യന്മാർ ശിർക്കിൽ വ്യാപൃതരാണ്, വ്യാപകമായ ശിർക്ക്. രണ്ടാമത്തതോ പാപകൃത്യങ്ങൾ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞത് ഫകുല്ലൻ അഖദ്നാ ബിദംബി, ആ വിഭാഗം ആളുകളെ, മൂസാ നബിയുടെ
കാലത്തുണ്ടായിരുന്ന കാറൂനെയും ഫിറോനെയും ഹാമാനെയും ഒക്കെ വലിയ വലിയ ആൾക്കാരാണ്, അറിയാലോ. അതൊന്നും വിശദീകരിക്കുന്നില്ല. അവരെല്ലാം അവരുടെ പാപം നിമിത്തം പിടികൂടി. എന്നെങ്ങനെ ഫമിൻഹും മൻ അർസൽനാ അലൈഹി ആസിബൻ, ചിലരെ അള്ളാഹു പിടികൂടി ശിക്ഷിച്ചത് ചരൽമഴ വർഷിച്ചിട്ടാണ്. വമിൻഹും മൻ അഖറത്തുഹു സൈഹ, വേറൊരു വിഭാഗം ആളുകൾ അതിശക്തമായ ഗർജനം, അട്ടഹാസം വന്നിട്ട് മുട്ടുകുത്തി വീണു, അങ്ങനെ ശിക്ഷിച്ചു. വമിൻഹും മൻ ഖസഫ്നാ ബിഹിൽ അർള്, ചിലരെ അള്ളാഹു ശിക്ഷിച്ചത് ഭൂമി വിഴുങ്ങി, ഭൂമി ഒന്നായിട്ടത് വിഴുങ്ങി, അവന്റെ വീടും കൊട്ടാരും മനുഷ്യന്മാരും ഒക്കെ ഒന്നായിട്ട് ഭൂമി കൊണ്ട് വിഴുങ്ങി. ഇതൊക്കെ ഖുർആൻ പറയുമ്പോഴേ അന്ന് പറഞ്ഞ സമയത്ത് ആർക്കും അറിയില്ല. ഇപ്പം നമുക്കറിയാം, എത്രയോ സ്ഥലങ്ങളിൽ കെട്ടിടവും ഭൂമിയൊക്കെ ഒന്നായിട്ട് വിഴുങ്ങി താന്നു പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്, അല്ലേ? ആർക്കും വല്ല സംശയം വരും. ഇപ്പം ഖുർആൻ അന്ന് പറഞ്ഞ സമയത്ത് ഇപ്പൊ ഇത് ആയത്തോതി നോക്കുമ്പോഴേ ഒമിൻഹും മൻ ഖസഫ്നാ ബിഹിൽ അർള് വമിൻഹും മൻ അഗ്റഖ്നാ, വേറെ ചിലരെ നാം മുക്കിക്കൊന്നു, പ്രളയം. അത് നമ്മൾ കണ്ടില്ലേ? ഒരു വഴിയും ഒരു ഗതിയും പരഗതിയും ഇല്ലാണ്ട് ആളുകൾ ഒലിച്ചു പോകുന്നത് കണ്ടില്ലേ? ആയിരക്കണക്കിന് മയ്യത്തുകൾ അട്ടിയിട്ട് കണ്ടില്ലേ? ഇതൊക്കെ നിങ്ങൾ അറിയണം. ഇതൊക്കെ എന്താ കാരണം? പാപം നിമിത്തം എന്നാണ് പറഞ്ഞത്. വമാക്കാൻ അല്ലാഹു ലിയുദ്ലിമുഹും, അള്ളാഹു ഒരിക്കലും ആരെയും ദ്രോഹിക്കൂല, ഒരു നിലക്കുള്ള ബുദ്ധിമുട്ടും അല്ല ഉണ്ടാക്കൂല. വലാകിൻ കാനു അൻഫുസഹും യദ്ലിമൂൻ, അവർ സ്വന്തത്തോടാണ് അക്രമം ചെയ്യുന്നത്. അപ്പൊ അക്രമം, ശിർക്ക്, പാപം വർദ്ധിച്ചാൽ അള്ളാഹു ശിക്ഷിക്കും. അതുകൊണ്ട് പാപങ്ങൾ പരമാവധി കുറക്കുക, പാപങ്ങൾ 100% കുറക്കണം, അല്ലെങ്കിൽ കഴിയണം. എന്നാലേ അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ചിലപ്പം ഒറ്റപ്പെട്ട ആളുകൾ, മുഹമ്മദ് നബി അല്ലാത്ത ആൾക്കാരൊക്കെ ബാക്കിയുള്ളവർക്കൊക്കെ തെറ്റു വരും, അല്ലേ? നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ മൊബൈലൊക്കെ ഉള്ള കാലത്ത് വെറുതെ തെറ്റ് കാണും, വെറുതെ തെറ്റ് കേൾക്കും, അല്ലേ? തിന്മകളുടെ ധ്വജവാഹകന്മാരാണ് ഓരോ മനുഷ്യനും. മുമ്പൊക്കെ വയസ്സായാലെങ്കിൽ മനുഷ്യൻ നന്നാവുകയും, ഇപ്പൊ വയസ്സാവും നന്നാൻ കഴിയില്ല. കാരണം വയസ്സായാലാണ് ബാപ്പൊക്കെ ഒരു മൊബൈൽ മോന്റെ വക ദുബൈന്ന് കൊണ്ടുപോയി കൊടുക്കുന്നത്. പിന്നെ അയാൾ അയിമൽ അഡിക്റ്റായി. പിന്നെ അയാളിങ്ങനെ മറ്റേ സോഫന്റെ മുകളിൽ വളഞ്ഞുത്തി കെടുക്കുക ചെയ്യുക. അയാൾക്ക് ദുനിയാവ് എവിടെയെന്നറിയില്ല, രാവെപ്പോഴാന്നറിയില്ല, പകലെന്താന്നറിയില്ല, ചോറിച്ചോളന്നില്ല, ചായച്ചോളും, അങ്ങനെ. ഇപ്പോഴത്തെ മക്കളൊക്കെ തന്നെ അങ്ങനെ കെടുക്കുക. അമ്മ എന്താ പറഞ്ഞത്? ഓനെ കൊണ്ടൊരു അടങ്ങറില്ല, ഒരു മൊബൈൽ കിട്ടിയാൽ മതി. ഓൻ നശിച്ചുകൊടുക്കുക. ഓൻ പാപത്തിന്റെ ധ്വജവാഹകനായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പാപങ്ങളിൽ നിന്ന് എപ്പോഴും അസ്തഗ്ഫിറുല്ലാ എന്ന ദിക്റുകൾ നിർവഹിക്കുക. അതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത ഉറങ്ങി എഴുന്നേറ്റാൽ ഒരു കോപ്പ് വെള്ളം, 5 വക്ത് നിസ്കാരം കഴിഞ്ഞാൽ ഓരോ കോപ്പ് വെള്ളം കുടിച്ചാൽ നിർജ്ജലീകരണവും കുറയും. ഏതായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാം എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും കാത്തു രക്ഷിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ ബഹുമാന്യരായ മാതാപിതാക്കൾക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിരവധി രോഗങ്ങളാൽ കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് മാനസികവും ശാരീരികവുമായ ഒരുപാട് പരീക്ഷണങ്ങൾക്ക് വിധേയരായ ആളുകളെ അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. കീറി മുറിക്കുന്ന രോഗങ്ങളിൽ നിന്ന് അല്ലാഹു എന്നെയും നിങ്ങളെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമുക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും അല്ലാഹുവിന്റെ സ്വർഗത്തിൽ വെച്ച് ഒത്തുചേരാൻ, അവരെ കണ്ടുമുട്ടാൻ അല്ലാഹു നമുക്ക് അനുഗ്രഹം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع الدعاء وتب علينا إنك أنت التواب الرحيم. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.